എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 20-ാം തീയതി 6/10/2025 തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ ആധിപത്യമുള്ള ദിവസമാണ്. ചന്ദ്രഹോരയിലാണ് ഈ ദിവസം തുടങ്ങുന്നത്. ചന്ദ്രന് രാവിലെ നല്ല ബലമാണ്. ചന്ദ്രൻ മനഃകാരകനാണ്. മനസ്സിൻ്റെ നിയന്ത്രണം ചന്ദ്രനാണ്. അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നമ്മൾ ദിവസഫലം പറയുന്നത് ചന്ദ്രസ്ഫുടവും സൂര്യൻ്റെ സ്ഫുടവും വെച്ചിട്ടാണ്. ഇന്നത്തെ ദിവസം മേടക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ഇന്ന് 3 മണിവരെ വളരെ ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. 3 മണിക്ക് ശേഷമുള്ള സമയത്ത് ചില ആശങ്കകളുണ്ടാകും എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഫലമല്ല. ബിസിനസ്, കലാരംഗം, സമുദ്രവുമായി ബന്ധപ്പെട്ട ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, പോർട്ടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് കുറച്ച് മുമ്പേ പറഞ്ഞ നല്ല ഫലം. സാമ്പത്തികമായി ഈ കൂട്ടർക്ക് ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ ഒരു പരിധി വരെ സഹായകമായ ചില സഹായഹസ്തങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തതായി ബിസിനസ്സുകാരുടെ ഇന്നത്തെ ഫലം ഗുണദോഷ സമ്മിശ്രമാണ്. രാവിലെ മുതൽ 4 മണി വരെ അത്ര ഗുണകരമായിരിക്കുകയില്ല. എന്നാൽ 4 മണിക്ക് ശേഷം വളരെ അനുകൂലമായി കച്ചവടമൊക്കെ നടക്കുന്നതാണ്. ധനം വരുന്നതനുസരിച്ച് ഒരു ചിലവും പ്രതീക്ഷിക്കാം. കാര്യക്ഷമമായ ശ്രദ്ധയോടുകൂടി വേണം മുൻപോട്ട് പോകുവാൻ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെ കാണുന്നു. രാഷ്ട്രീയ രംഗത്ത്, സിനിമാ രംഗത്ത്, മറ്റ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. എന്നാൽ കായികമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പ്ലംബിംഗ്, അതേപോലെ ഉള്ള മെയ്സൺ പണി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് അപകട സാധ്യതയുള്ള ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും മുൻപോട്ട് പോകുവാൻ. വാഹനം ഓടിക്കുന്നവർക്കും ഇന്ന് ചില അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ഈശ്വരാധീനമാണ് എല്ലാത്തിനും പ്രധാനമായ ഘടകം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. ഇത്തരത്തിലുള്ള കഷ്ടതകളൊക്കെ ഒഴിവായി പോകുന്നതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂട്ടർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെ കാണുന്നുവെങ്കിലും ചില വേർപാടിൻ്റെ വിഷമതയും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട്. അനുകൂലമായ ചികിത്സാരീതികൾ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ചികിത്സാരീതികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. മരുന്നുകളിൽ നിന്നുള്ള അലർജി അല്ലെങ്കിൽ ശത്രുപീഠ കൊണ്ടുള്ള ആയുധപ്രയോഗങ്ങൾ മൂലമുള്ള മുറിവ്, ചതവ്, അല്ലെങ്കിൽ സർപ്പദംശനം വരെ ഏൽക്കാനുള്ള ഒരു സാധ്യത ഉള്ള ദിവസമാണ്. കീടങ്ങളോ കടന്തലോ അങ്ങനെയൊക്കെ ഉള്ള ജീവികളുമൊക്കെ ആക്രമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഇതൊഴിച്ചാൽ മറ്റ് ചില കാര്യങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. ബിസിനസ്സുകാർക്ക് അനുകൂലമായ ദിവസമാണ്. മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും തന്നെ അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമാണ്. കലാകാരന്മാർക്കും ദോഷപ്പെട്ട ദിവസമല്ല, ഇന്ന് അനുകൂലമായൊരു ദിവസം തന്നെയാണ്.
അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശംസയും അതേപോലെ സ്ഥാനമാനങ്ങൾക്കുള്ള അനുകൂലമായ കയറ്റവും സ്ഥാനക്കയറ്റവും ഒക്കെ ലഭിക്കുന്നതാണ്. സ്ഥലം മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്നു, ആഗ്രഹിക്കാത്തവർക്കും അനുകൂലമായി കാണുന്നു. സ്ഥലം മാറ്റം വരുന്നതല്ല. എന്നാൽ ജോലിയിൽ ചില മാറ്റങ്ങൾ വരാൻ IT ഫീൽഡിലുള്ളവർക്കും അതേപോലെ ഉള്ള കാര്യങ്ങളിലൊക്കെയുള്ള കോർപ്പറേറ്റ് ഫീൽഡിലുള്ളവർക്കുമൊക്കെ സാധ്യത തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ജോലിക്ക് തന്നെ ചില ഭീഷണിയുമൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ അനുകൂലമായ അനുഭവങ്ങളാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് സമാധാനമായി മുൻപോട്ട് പോവുക. സന്താനങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്കയ്ക്ക് വക കാണുന്നില്ല. സന്താനങ്ങളുടെ പഠനത്തിൽ വളരെ സംതൃപ്തമായ റിസൾട്ട് ലഭിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് വിദേശ പഠനം, വിദേശത്ത് ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. വളരെ ശാന്തവും സന്തോഷപ്രദമായ ഒരു അനുഭവം ആണ് ഇന്നുണ്ടാകുന്നത്. സ്ഥാനമാനങ്ങൾ ലഭിക്കാനും പ്രശംസ ലഭിക്കാനുമൊക്കെ ഇടയുള്ള ഒരു ദിവസമാണ്. ബിസിനസ്സുകാർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. വൈകുന്നേരത്തോടുകൂടി വളരെ നല്ല ലാഭകരമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ഇന്ന് അനുകൂലമായ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും അതേപോലെയുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. കൂടാതെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള അധികാരമുള്ള പദവിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കേസ് വഴക്ക് അതുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ നിയമവുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം കാണുന്നു. ചില നഷ്ടങ്ങൾ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്രൂരമായ വാക്കുകളോ പീഡനങ്ങളോ ഒക്കെ ഏൽക്കാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ ബിസിനസ്സുകാർക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. വരുമാനം കുറഞ്ഞ ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അതേപോലെ വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും ഇന്ന് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഷെയറുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് ഇന്ന് ലാഭം ലഭിക്കുവാൻ സാധ്യത കാണുന്നു. അതേപോലെ കുടുംബത്തിലുണ്ടായിരുന്ന ചില സൗന്ദര്യപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന വസ്തു തർക്കങ്ങളോ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസവുമായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് അതുപോലെ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് മൊത്തത്തിലും ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ വിവാഹാദി കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു പരിവർത്തനം വരുന്ന ഒരു ദിവസമാണ്. നിശ്ചയിച്ചുറച്ചിരുന്ന വിവാഹത്തിന് ചില മാറ്റങ്ങൾ അനിവാര്യമായി വന്നേക്കാം. എന്നാലും മറ്റ് ചില സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാം ശരിയായി വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥന വളരെയധികം ആവശ്യമായ ഒരു ദിവസമാണ് ഇന്ന്. വളരെ ഭക്തിയോടുകൂടി മുൻപോട്ട് പോയ കാര്യങ്ങൾ വളരെ ശാന്തമായി പോകുന്നതാണ്. എന്നാൽ ഏറ്റവും അടുത്ത ആളുകൾ അല്ല കമിതാക്കൾ, സുഹൃത്തുക്കളൊക്കെ ഇന്ന് വളരെ പ്രശ്നത്തിലാകുന്ന ഒരു ദിവസമാണ്, പ്രശ്നമുണ്ടാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് വാക്കുകൾ എല്ലാവരും സൂക്ഷിച്ച്
ഉപയോഗിക്കുക. അതേപോലെ പ്രാർത്ഥനയും വാക്കുകളുടെ നിയന്ത്രണവുമാണ് നമുക്ക് മനസ്സമാധാനം തരുന്നത് എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ബിസിനസ്സുകാർക്ക് ഇന്ന് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. എന്നാൽ മറ്റ് ചില ഫീൽഡുകളിൽ ധന ഇടപാടുകൾ ചെയ്യുന്നവർ, ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും സന്താനങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പകൽ ഒന്ന് മങ്ങിയിരിക്കുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് വളരെ നല്ല ദിവസമായിരിക്കും. കയറ്റുമതി, ഇറക്കുമതി അങ്ങനെ വലിയ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യവുമായി ബന്ധപ്പെട്ട് അല്ല ജലവിഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. ഇന്ന് ഏതെങ്കിലും ഒരു സംരംഭം ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തികമായി വരുമാനം ഉള്ളവർക്ക് വരുമാനം ഒന്ന് മങ്ങുന്നതായിട്ട് തോന്നാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ്. എന്നാൽ ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില അപകടങ്ങളും അതേപോലെ വിമർശനങ്ങളുമൊക്കെ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ കേറ്ററിംഗ് യൂണിറ്റൊക്കെ നടത്തുന്നവർക്ക്, പാചകക്കാർക്കൊക്കെ ഇന്ന് പൊള്ളലേൽക്കാനോ അല്ലെങ്കിൽ ചില കൈപ്പിഴകൾ വരാനോ വിമർശനത്തിനിടയാകാനോ ഒക്കെ സാധ്യത കാണുന്നു. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ലാഭം ഉള്ള ഒരു ദിവസമായിരിക്കും. അതേപോലെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം എല്ലാവരും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിവൃത്തിയില്ലെങ്കിൽ കഴിക്കുക, പക്ഷേ ശ്രദ്ധയോടുകൂടി വളരെ വൃത്തിയുള്ള സാഹചര്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അത്ര അനുകൂലമായിരിക്കുകയില്ല. അതേപോലെ കായിക രംഗത്ത് അല്ലെങ്കിൽ അധ്വാനം കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, കായികമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കലാകാരന്മാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കോ ഒക്കെ വളരെ അനുകൂലമായ ദിവസമാണ്. കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. കുടുംബത്തിലൊരു ശാന്തമായ അന്തരീക്ഷം കാണാനായി സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ധനുരാശിക്കാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. എങ്കിലും ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം, ഗൃഹോപകരണങ്ങൾക്ക് തകരാറ് സംഭവിക്കാൻ സാധ്യത, വാഹനങ്ങൾക്ക് പണി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ വരാൻ സാധ്യത, ചിലവ് കൂടിയ ഒരു ദിവസമായിരിക്കും. ദാനം കൊടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് ഇന്ന് പിരിവുകാരോ അങ്ങനെയൊക്കെ ഉള്ളവർ വന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതേപോലെ സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഇന്നത്തെ ദിവസം. അതേപോലെ സന്താനങ്ങളുടെ ഉയർച്ച കണ്ട്, ഉന്നമനം കണ്ട്, അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉത്തമ സുഹൃത്തുക്കളിൽ ചിലർ അകന്നു പോകാനായി സാധ്യതയുണ്ട്. ചില സുഹൃത്ത് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും സാധ്യതയുണ്ട്. വിവാഹത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്ര,
ദൂരയാത്ര, വിദേശയാത്ര ഇതിനൊക്കെ ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ശാന്തവും സമാധാനവും നിറഞ്ഞ ദിവസമാണ്. പകൽ മുഴുവനും രാത്രികാലങ്ങളിൽ അസ്വസ്ഥമായ ചില അനുഭവങ്ങൾ വന്നേക്കാം. ഉറ്റവരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ആയുർദോഷമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ ഉടലെടുത്ത് മനസമാധാനം കുറയുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ ശാരീരിക ക്ലേശങ്ങളുള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. ഉത്കണ്ഠയും ജിജ്ഞാസയും ഉത്കണ്ഠയും ഒക്കെ കൊണ്ട് മനസ്സ് വളരെയധികം പതറുന്ന ഒരു സാഹചര്യം വന്നേക്കാം. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യമെന്ന് അറിയാമല്ലോ. എന്നാൽ സാമ്പത്തികമായ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരികയില്ല. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ബ്യൂട്ടീഷ്യൻ, അതുപോലെയുള്ള കോസ്മെറ്റിക് ഡീലിങ്സ് നടത്തുന്നവർ, അല്ല എങ്കിൽ ബൊട്ടിക് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്ന്. ശാന്തമായി പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാൽ. ഇന്ന് ലാഭത്തിൻ്റെ ദിവസമാണ് എല്ലാവർക്കും. ബിസിനസ്സുകാർക്ക് വളരെ ലാഭം കൊയ്യാനുള്ള ഒരു ദിവസമാണ്. ഷെയറിലോ മറ്റോ പണം നിക്ഷേപിക്കുന്നവർക്കും ഇന്ന് ലാഭം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ദൂരയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുമതി ലഭിക്കുന്ന ദിവസമാണ്. ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ലീവ് എടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകുന്ന ദിവസമായിരിക്കും. ശാന്തമായ ഒരന്തരീക്ഷം ഗൃഹത്തിൽ നിഴലിക്കുന്നത് കാണാം. ഈശ്വര പ്രാർത്ഥന വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ ഭക്ഷ്യവിഷബാധയ്ക്കോ തലയ്ക്ക് ആഘാതമേക്കാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് ചികിത്സയ്ക്ക് പോകേണ്ടതൊക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. ജോലി ഭാരം വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഒരുപാട് പ്രാരാബ്ധങ്ങൾ, ഒരുപാട് ജോലി നമ്മളെ തേടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ആലോചനയോടുകൂടി ഓരോ ജോലിയും തിരഞ്ഞെടുക്കുക. അവരവരുടെ ജോലി ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം മറ്റൊരാളെ സഹായിക്കാൻ പോവുക. അല്ലെങ്കിൽ അതുമൂലം വൈകുന്നേരമാകുമ്പോൾ ജോലിയുടെ ഭാരം കൊണ്ടും അതേപോലെ സ്വന്തം ജോലി തീർക്കാതെയും മേലധികാരികളിൽ നിന്ന് വിമർശനം വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് IT ഫീൽഡുകാർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൂടാതെ ഉദ്യോഗ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതേ ഫലമാണ് ഉണ്ടാകുന്നത്. മേലധികാരികളിൽ നിന്ന് ശകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥലമാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു മറുപടി ഇന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർക്കോ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനിരിക്കുന്നവർക്കോ ഒക്കെ ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ധനസഹായം ലഭിക്കുകയും ധനത്തിനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇന്നത്തെ നമ്മുടെ ഫലപ്രവചനം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.